ഹായ് ഹലോ, ഇന്ന് രുചികരമായിട്ടുള്ളൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ചേനയും പച്ചക്കായയും ചേർത്തിട്ടാണ്. ഒരു കഷ്ണം ചേനയും 2 പച്ചക്കായയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒന്ന് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചേന അരിഞ്ഞതിട്ടു, കായ അരിഞ്ഞതും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് അത് വേവിച്ചെടുക്കണം. ചേനയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. അടച്ചു വെച്ചു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചേനയൊന്നും വെന്തിട്ടില്ല. കുറച്ചുകൂടി വെന്തതിന് ശേഷം കുരുമുളക് പൊടി ചേർക്കാം. ഒന്നുകൂടി അടച്ചു വെച്ചു. ഇപ്പം ചേനയൊക്കെ കുറച്ച് വെന്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് നന്നായിട്ട് ചതച്ചതാണ് ഇട്ടത്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കണം. 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടു. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേവാനായിട്ട് ഒന്നുകൂടി അടച്ചു വെക്കാം. അത് അടച്ചു വെച്ചു. ഇനി അതിലേക്ക് അരപ്പിനായിട്ട് 1 മുറി നാളികേരം തിരികിയത്, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മുളക് നന്നായിട്ടൊന്ന് തരിതരിയായിട്ട് അരച്ചെടുക്കണം. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്തു. ഇനി അതിലേക്ക് ഈ അരപ്പ് കൂടി ചേർക്കാം. ആ മിക്സിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒന്ന് ഇളക്കിയതിന് ശേഷം അരപ്പ് വേവുന്നതിനായിട്ട് ഒന്ന് അടച്ചു വെക്കണം. അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കിയെടുക്കാം. കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. കഷ്ണങ്ങളൊക്കെ കുറച്ച് അങ്ങനെ തന്നെ കിടക്കണം. ഈ സമയത്ത് ഉപ്പ് ഒക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്തു. കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കണം. കടുകും മുളകും കറിവേപ്പിലയും നാളികേരം തിരികെയും കൂടി വറുത്ത് ചേർക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ചു. മുളകും കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി അതിലേക്ക് കുറച്ച് നാളികേരം തിരികെ കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം. ഈ കൂട്ട് കറിയിലേക്ക് ചേർത്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. അതിന് ശേഷം ഇളക്കിയെടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് ഇത്. ഇനിയൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ ചേന കായ എരിശ്ശേരി റെഡിയായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.
വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.